രാവിലെ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിടണം. എന്നിട്ട് ചെറിയ പരിപാടികളൊക്കെയാണ്. ബാഗൊക്കെ കയറ്റി വെച്ചു. രാവിലെ ചെറുതായിട്ട് മഴ ചാറി എന്നുണ്ടോ, പെട്ടെന്നുള്ളതാണ്. കൊച്ചു വരുന്നുണ്ട്. കയറാം. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. എളുപ്പടി ഇന്നെന്നാ പരീക്ഷ? പരീക്ഷ EVS. എല്ലാ എക്സാമിനും EVSന് എനിക്ക് 25 out of 25, 50 out of 50 ആകിട്ടുന്നത്. ഇന്ന് ഈ പ്രാവശ്യം തന്നെ കിട്ടും. മുട്ടയോ? സ്കൂൾ ബസ്സായിരുന്നു കഴിക്കാൻ. ഇനി സ്നാക്സ് വേണം. സ്നാക്സ് എന്നാ അത് വാങ്ങിക്കാൻ വിട്ടേക്കാം. ചേട്ടാ 2 ബിസ്ക്കറ്റ് കൊടുത്തേക്കോ. എടുത്തോണ്ട് വാ. ഞാൻ തന്നേക്കാവേ. നിന്നോട് എന്നാ ബിസ്ക്കറ്റ് എടുക്കാനാ ഞാൻ പറഞ്ഞേ? എന്നാ ബിസ്ക്കറ്റ് എടുക്കാനാ പറഞ്ഞേ? നാളെ തൊട്ടേ വീട്ടിൽ നിന്ന് വല്ലോ ശർക്കര വെച്ച് അട ഉണ്ടായിക്കൊണ്ട് പോയാൽ മതി കേട്ടോ. ഇനി വെയിറ്റിംഗ് ആണോ? വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗാ. 8:35 വണ്ടി. ഇവിടെ നിന്ന് മുട്ടായും കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ രണ്ടുപേരോടെ. വെയിറ്റിങ്ങിലാട്ടോ, വണ്ടിക്ക് വെയിറ്റിങ്ങിലാണ്. ഇപ്പം സ്കൂൾ ബസ് വന്നു കേട്ടോ. അപ്പം സ്കൂൾ ബസ്സൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു ബസ്സിന് CFI എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് വണ്ടി പെയിൻ്റ് അടിക്കാൻ പറ്റുമല്ലോ. നമുക്കൊരു TP വണ്ടി എന്ന് പറഞ്ഞാൽ ടെമ്പററി പെർമിറ്റ് കൊടുക്കുന്ന വണ്ടി. അതിന് വണ്ടി പണിക്കാൻ കയറ്റുമ്പോൾ അതിന് പകരം കൊടുക്കുന്ന അത് വണ്ടിയുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇന്നലെ വേറെ വണ്ടി ഓട്ടത്തിലായിരുന്നു. അത് ഓട്ടം കഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനെ കൂട്ടി പോയി അതെടുത്ത് കോട്ടയത്ത് കൊണ്ടുപോയി. മറ്റേ വണ്ടി മുണ്ടക്കത്ത് ഓടി വരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് കോട്ടയത്ത് വരുമ്പോൾ ഇത് രണ്ടും തമ്മിലൊന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് CFന് പണിക്ക് കയറ്റാനുള്ള വണ്ടി നമുക്കൊന്ന് സർവീസ് ചെയ്യാനൊക്കെ കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ. അപ്പോൾ അതിന് പോവാം. അപ്പം നമ്മുടെ കൂട്ടുകാരൻ അവൻ കൈതപ്പാലത്തുണ്ട്. അവനെ പോയി അവിടെ നിന്ന് പോകണം. ഓക്കെ, വണ്ടി ഇതാണ് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഈ വഴിയിൽ നിന്നൊക്കെ കുറേ പിള്ളേരെ കയറ്റാനുണ്ട്. അയ്യോ കൊല്ലു മൊത്തം കാലി കളികളൊക്കെ വണ്ടി പോകാൻ ഭയങ്കര ഇട കുറവാണ്. അപ്പം നമ്മൾ കൈതപ്പാലത്തെത്തി. അവനിവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ടയർ കടയിലുണ്ട് കേട്ടോ. അപ്പോൾ അവനെ പോയി അവിടെ നിന്ന് പോകാം. അവനിവിടെ ഉണ്ട്. വൈകുന്നേരം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മണർകാട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുക്കാൻ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ TP വണ്ടി കേട്ടോ. ഇത് ഇന്നലെ വരെ ഒരു ഷട്ടിൽ വണ്ടിക്ക് TP ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഓട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഓടാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ CP പോയി കയറിയിട്ടുണ്ട്. CP എടുത്തോണ്ട് പോകാം. നമുക്ക് ഇതിൻ്റെ പുറകെ പോകാം. അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി ഇപ്പോൾ കോട്ടയം വരാറായി. അപ്പോൾ നമ്മുടെ വണ്ടി പമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹൃതിക നമ്മുടെ സുഹൃത്ത് കണ്ണൻ്റെ വണ്ടി കേട്ടോ. കണ്ണൻ കോട്ടയം RTO ഏജൻറ്റാണ്. നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കോട്ടയത്തിന് പോകുന്ന അമ്പലത്തിന്. ഇവിടെ ഈ ലൈനിലിട്ടോ. അപ്പോൾ ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നത്.
നമ്മൾ കോട്ടയം മുണ്ടയ്ക്കാൻ ബോർഡ് പൊട്ടിച്ചോ. പണിക്കൊണ്ടുള്ള വണ്ടി അപ്പോൾ വണ്ടി ഇതേപോലെ ബോർഡും കാര്യങ്ങളൊക്കെ മറ്റേ വണ്ടികളുടെ അടുത്ത് വെച്ച് CP വണ്ടിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോകട്ടോ. വർക്ക്ഷോപ്പിലോട്ടല്ല, സർവീസ് സ്റ്റേഷനിലോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ പുതുപ്പള്ളി കവലയിലെത്തി കേട്ടോ. പുതുപ്പള്ളിയിൽ നമ്മുടെ സിന്ധു ബസ്സൊക്കെ ഉള്ള ഉണ്ണിച്ചേട്ടൻ്റെ സർവീസ് സ്റ്റേഷൻ നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്, വാട്ടർ സർവീസ്. അപ്പം ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. അവൻ CP വണ്ടി നേരത്തെ കൊണ്ടുവന്ന് ഇപ്പോൾ ആകെ കയറ്റി കാണും. ഈ പുതുപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. CP വന്ന് വണ്ടി റാമ്പേ കയറ്റി കേട്ടോ. ഇപ്പം സർവീസ് ചെയ്ത് പോകണല്ലോ. അപ്പോൾ നമ്മൾ പുതുപ്പള്ളിയിൽ കൊണ്ട് കയറ്റി കേട്ടോ. ഇവിടെ ഇട്ട് വാട്ടർ സർവീസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അത് ഇന്ന് തന്നെ കൊണ്ടുപോകും. ഉച്ചയാകുമ്പോഴത്തേക്ക് തരുമെന്ന് പറഞ്ഞു. നമ്മൾ സർവീസിങ് ഒക്കെ കഴിഞ്ഞ് വലങ്കുമ്പാറ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി സ്ഥിരമായിട്ട് പണിയുന്നത്. അപ്പോൾ ഇന്നലെ കറണ്ടൊക്കെ ഇടയ്ക്ക് പോയതുകൊണ്ട് സർവീസിങ് താമസിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ പണി ഉടനെ തന്നെ തുടങ്ങും. അതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് മാറ്റി കയറ്റേണ്ടി വരും. മിക്കവാറും എൻ്റെ ബോഡി കൊള്ളത്തില്ല. അതിൻ്റെ ഭയങ്കര പൊക്കമുള്ള ബോഡിയാണ്. ബോഡി വെയിറ്റ് ഒക്കെ കൂടുതലുണ്ട്. ഡീസൽ ചിലവൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബോഡി ഒന്ന് മാറ്റി കയറ്റിയാലോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു. നമ്മൾ വണ്ടി തിരക്കായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നിനിയിപ്പോൾ ഇങ്ങോട്ട് കയറ്റി ഇടണം. അപ്പോൾ വണ്ടി പണിയുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു.